സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സെൻറ്റൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ സെൻറ്റൻസുകൾ ഏതൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഉത്തരങ്ങളാക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ പൊതുവേ സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഏത് തരം സെൻറ്റൻസ് ആണ്, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ തരം ചോദ്യം എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചിങ് സെൻറ്റൻസ് ആണ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഒരു ടൈപ്പ്, ഏതെങ്കിലും ഒരു ടൈപ്പ് സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുക. ഈ രണ്ട് ചോദ്യങ്ങളാണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസുമായിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി PSC പരീക്ഷകളിൽ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്, അവ ഓരോന്നിനും പറയുന്ന പേരുകൾ ഏതൊക്കെ, അവ എങ്ങനെ കണ്ടെത്താം, അവ എങ്ങനെ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാറ്റി എഴുതാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നോക്കിയേ, ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്. അതിൽ ആദ്യത്തേതാണ് നോക്കുക. നമുക്ക് പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ 4 തരമാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ എത്ര തരമാണ്? 4 തരം സെൻറ്റൻസുകളാണ്. അതിൽ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ അതിൻ്റെ മറ്റൊരു പേരാണ് അസേർട്ടീവ്, മറ്റൊരു പേര് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിന് എത്ര പേരുകൾ പറഞ്ഞു? 4 പേരുകളാണ്. ഇത് 4ഉം ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഓപ്ഷനിൽ പല ചോദ്യങ്ങളിൽ പല പേരുകളിലായിട്ട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ പേരുകളെല്ലാം പഠിച്ചോ. സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ പേരേതാ അസേർട്ടീവ്, മറ്റൊരു പേരേതാ ഡിക്ലറേറ്റീവ്, മറ്റൊരു പേര് അഫർമേറ്റീവ്. ഒന്നും കൂടെ പറഞ്ഞേ, സ്റ്റേറ്റ്മെൻറ്റ്, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ പേര് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ പേരാണ് ഇൻറ്ററോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ്. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ പേരേതാ ഇൻറ്ററോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസുകൾ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് ഇമ്പരേറ്റീവ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ്. നാലാമത്തെ സെൻറ്റൻസിൻ്റെ പേരാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെൻറ്റൻസുകൾ. നാലാമത്തേൻ്റെ പേര് എക്സ്ക്ലമേറ്ററി. അപ്പോൾ പേരുകളെന്ന് പറഞ്ഞേ, 4 പേരുകൾ മാത്രമേ നമ്മൾ 4 ടൈപ്പ് സെൻറ്റൻസുകളുടെ പേരുകൾ മാത്രമേ പറഞ്ഞോളൂ. ആ പേരുകൾ മാത്രം ഒന്ന് പഠിക്കുക. ആദ്യത്തേൻ്റെ പേര് ഏതൊക്കെയാ? സ്റ്റേറ്റ്മെൻറ്റ്, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ് അല്ല എങ്കിൽ അഫർമേറ്റീവ്. രണ്ടാമത്തേൻ്റെ പേര് ഇൻറ്ററോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ്. മൂന്നാമത്തേൻ്റെ പേര് ഇമ്പരേറ്റീവ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെൻറ്റൻസ്. നാലാമത്തേൻ്റെ പേര് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെൻറ്റൻസ്. ഇനി ഇവ എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഓരോ സെൻറ്റൻസുകളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ സെൻറ്റൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റ് പേരുകൾ ഏതൊക്കെയാ? അസേർട്ടീവ് എന്ന് പറയാം, അതുപോലെ ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അതുപോലെ അഫർമേറ്റീവ് എന്നും പറയാം. ആ പേരുകൾ അത്രയും നമ്മൾ പഠിച്ചോണം. കാരണം പരീക്ഷയിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ വരുന്നതിനേക്കാളും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്, അതുപോലെ അസേർട്ടീവ്, ഇതൊക്കെയാണ് ഓപ്ഷനിൽ കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പേരുകൾ അത്രയും പഠിച്ചോണം. എങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം? ഇത്തരം സെൻറ്റൻസുകൾ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഓക്കെ, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പ്രസ്താവന രൂപത്തിൽ പറയുന്ന സെൻറ്റൻസുകൾ. ഇപ്പോൾ ചിലപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെങ്ങനെ പഠിക്കുക? സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെൻറ്റൻസിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. നോക്കിയേ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും പേരായ ശബ്ദങ്ങളാണ് എന്ത് ചെയ്യും സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഏതൊക്കെ വാക്കുകൾ വരാം? ഒന്ന് നൗൺ വരാം, രണ്ടാമത്തത് പ്രോനൗൺ വരാം. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ വരാം. എന്താണ് ഈ നൗണ്? നൗൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും പേരുകളാണ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ പേരായിരിക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരായിരിക്കാം, അതുപോലെ വസ്തുക്കളുടെ പേരായിരിക്കാം, വ്യക്തികളുടെ പേര്, അതേപോലെ സ്ഥലങ്ങളുടെ പേര്, മൃഗങ്ങളുടെ പേര് ഒക്കെൻ്റെയും പേരുകളായിരിക്കാം. അല്ല എങ്കിൽ പ്രോനൗണുകളായിരിക്കാം. പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഐ, അതേപോലെ വി, ഐ വി യു, അതുപോലെ ഹി, ഷീ, ഇറ്റ്,
ഇറ്റ്, ദേ, IVU, ഹി, ഷീറ്റ്, ദേ, ഇത്തരത്തിലുള്ള പ്രോനൗണുകളായിരിക്കാം. ഇപ്പം നൗണിലോ പ്രോനൗണിലോ തുടങ്ങുന്നു, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ് സംബഡി, സമ്മൺ, സംതിങ്, നമുക്കറിയാവുന്നതാണ്. സംബഡി, അതുപോലെ സമ്മൺ, സംബഡി, സമ്മൺ, സംതിങ്, സംബഡി, സമ്മൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, അതുപോലെ നണ്ണ്. ഇതെല്ലാം പ്രോനൗണുകളാണ്. നമ്മൾ പറഞ്ഞത് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ല എങ്കിൽ അസേർട്ടീവ് ആണ്, അല്ല എങ്കിൽ ഡിക്ലറേറ്റീവ് ആണ്, അതുപോലെ അഫർമേറ്റീവ് ആണ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? തന്നിരിക്കുന്ന സെൻറ്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. സബ്ജക്റ്റുകളായിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കിട്ടില്ലേ? അപ്പോൾ ആദ്യം കിടക്കുന്ന സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന വാക്ക് നോക്കുക, അതൊരു സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നൗണ്, പ്രോനൗണ് എന്നിവയിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ. ദേ ആർ ഗോയിങ് ടു സ്കൂൾ, ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ഇവിടെ ദേ എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു? ഒരു സബ്ജക്റ്റ് ആണ്, അതൊരു പ്രോനൗൺ കൂടിയാണ്. പ്രോനൗൺ ആണ്, എന്തിൽ അവസാനിച്ചു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. സെന്റൻസ് ഏത്? സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അഫർമേറ്റീവ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്, അല്ലെങ്കിൽ അസേർട്ടീവ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ എന്ന് പറയുന്നത് ഒരു നൗണാണ്, അല്ലേ? നൗണാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ്. എന്തിൽ അവസാനിച്ചു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഏതു തരം സെന്റൻസ് ആണ്? സ്റ്റേറ്റ്മെന്റ് ആണ്, അസേർട്ടീവ് ആണ്, ഡിക്ലറേറ്റീവ് ആണ്, അതുപോലെ അഫർമേറ്റീവും ആണ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ കിട്ടില്ലേ? പൊതുവേ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ, പൊതുവേ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ചോണേ, നോക്കിയേ. ഒന്ന് പോസിറ്റീവ് സെന്റൻസ്, നമ്മൾ കോമൺലി പറയുന്നതാണ് പോസിറ്റീവ് സെന്റൻസ്. രണ്ടാമത്തത് നെഗറ്റീവ് സെന്റൻസ്. എന്തൊക്കെയാ? പോസിറ്റീവ് സെന്റൻസ്, രണ്ടാമത്തത് നെഗറ്റീവ് സെന്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അഫർമേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളെ രണ്ട് പേരുകൾ അല്ലെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. പോസിറ്റീവ് സെന്റൻസ് എന്നും നെഗറ്റീവ് സെന്റൻസ്. എന്താണ് ഈ പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, നോ വൺ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് മീനിങ് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കും പറയുന്ന പേര് നെഗറ്റീവ് സെന്റൻസ്. അതേപോലെ എന്ത് ചെയ്യുന്നൂടെ, ഇത്തരത്തിലുള്ള വാക്കുകൾ വരാത്ത സെന്റൻസിന് പറയുന്ന പേര് പോസിറ്റീവ് സെന്റൻസ് എന്നാണ്, ഇല്ലേ? അപ്പൊ ദേ ആർ ഗോയിങ് ടു സ്കൂൾ പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്? അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, ഇല്ലേ? ഇനി ഈ സെന്റൻസിനെ ഞാൻ എന്താക്കി? ദേ ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ എന്നാക്കി മാറ്റി, ഇല്ലേ? അപ്പൊ അതെന്തായിട്ട് മാറുന്നു കൂട്ടില്ലേ? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറുന്നു. അപ്പൊ നിങ്ങൾ പഠിച്ചോ, ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം ഒരു പേര് പറയാറുണ്ട്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേരാണ് അഫർമേറ്റീവ്. പറഞ്ഞേ, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു പേര് പഠിച്ചില്ലേ, അഫർമേറ്റീവ്. അത് നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തന്നെയാണ് തുടങ്ങുന്നത്, പക്ഷേ അത് എന്ത് മീനിങ് മാത്രം നൽകുന്നു? പോസിറ്റീവ് മീനിങ് മാത്രം നൽകുന്നു. അപ്പോൾ പോസിറ്റീവ് മീനിങ് നൽകുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് മാത്രം പറയുന്ന പേരാണ് അഫർമേറ്റീവ്. അപ്പം നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റ് അത് പോസിറ്റീവ് മീനിങ് നൽകും, നെഗറ്റീവ് മീനിങ് നൽകും. ഇനി അതേപോലെ അസേർട്ടീവ് പോസിറ്റീവ് മീനിങ് നൽകും, നെഗറ്റീവ് മീനിങ് നൽകും. അതുപോലെ ഡിക്ലറേറ്റീവ് സെന്റൻസ് അത് പോസിറ്റീവ് മീനിങ് നൽകും, നെഗറ്റീവ് മീനിങ് നൽകും. എന്നാൽ ഈ അഫർമേറ്റീവ് ആണെങ്കിലോ കുട്ടികളെ, അഫർമേറ്റീവിന്റെ മാത്രം പ്രത്യേകത അത് പോസിറ്റീവ് മീനിങ് മാത്രമേ നൽകാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ് എന്ന് തോന്നുന്നു, ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ആ നോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കെടുത്ത് അങ്ങ് മാറ്റുക. അപ്പോൾ ഹീസ് ഗോയിങ് ടു സ്കൂളായിട്ട് മാറുന്നു. എന്ത് സെൻറ്റൻസ് ആയിട്ട് മാറി? അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ അഫർമേറ്റീവ് ആയിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേരാണ് അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയും. നോക്കിയേ, ഹീസ് നോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റൻസ് അല്ലേ? നോക്ക്, അവിടെ നോട്ട് വന്നിരിക്കുന്നു. ഹീ ഈസ് എ ബോയ്, ഹീസ് എ ബോയ്, ഹീസ് എ ബോയ്. അതുപോലെ ഇവിടെ ഡോണ്ട് പറഞ്ഞിരിക്കുന്നു.
ഡോണ്ട് ഒന്നും വേണ്ട. എന്ത് ചെയ്യും? ദേ ആർ, ദേ ആർ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെ പറഞ്ഞാലും മതി കൂട്ടല്ലേ, ഇങ്ങനെ പറഞ്ഞാലും മതി. എന്ത് ചെയ്യും? എന്താ തന്നിരിക്കുന്ന ചോദ്യത്തെ ഇങ്ങനെ ആക്കിയാൽ മതി. ഹീസ് നോട്ട് എ ബോയ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് അഫർമേറ്റീവ് ആണോ? അല്ല. എന്ത് ചെയ്യുന്നൂടെ? ഇതൊരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഇതൊരു അസേർട്ടീവ് ആണ്. അതുപോലെ ഇതൊരു ഡിക്ലറേറ്റീവ് ആണ്. ഇനി അഫർമേറ്റീവിലോട്ട് മാറ്റാൻ പറഞ്ഞ് എന്താക്കുക? ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ്. ഹെഡിങ് ഇങ്ങനെ ആക്കിയേ, ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ അഫർമേറ്റീവിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഹീസ് നോട്ട് എ ബോയ്, ഇതിനെ അഫർമേറ്റീവിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ മാറുന്നു കൂട്ടില്ല? നിങ്ങൾ തന്നെ പറഞ്ഞേ, പോസിറ്റീവ് മീനിങ് ആക്കിയേ. ഹീ ഈസ്, ഈ നോട്ടിനെ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇടുന്നു? ഹീ ഈസ് എ ബോയ് എന്നായിട്ട് മാറും. ഇനി അടുത്ത് നോക്കിയേ, ദേ ഡോണ്ട് സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് നോട്ട് എന്നാണ് ഡോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിനെയും ഒഴിവാക്കിയാൽ അതെന്ത് സെന്റൻസ് ആയിട്ട് മാറി കൂട്ടല്ലേ? പോസിറ്റീവ് മീനിങ് ആയിട്ട് മാറി. അപ്പോൾ അതിനെ അഫർമേറ്റീവിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ദേ ഡു സോൾവ് ദ പ്രോബ്ലം എന്നോ, അല്ല എങ്കിൽ ദേ ഇങ്ങനെ എഴുതിയാലും മതി. ദേ സോൾവ്ഡ് അല്ലെങ്കിൽ ദേ സോൾവ്ഡ് അല്ല, ദേ സോൾവ് ദ പ്രോബ്ലം എന്നോ പറയാം. ദേ സോൾവ് ദ പ്രോബ്ലം. നമുക്ക് ഡു സോൾവ് എന്ന് പറയുന്നതും ഈക്വൽ തന്നെയാണ്. അപ്പോൾ സോൾവ് എന്ന് പറയുന്നത് V1-നകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറിയാണ് ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഡു പ്ലസ് വൺ എന്ന് പറയാം, അല്ലെങ്കിൽ സോൾവ് എന്ന് പറയാം. അപ്പോൾ ദേ സോൾവ് ദ പ്രോബ്ലം എന്നോ ദേ ഡു സോൾവ് ദ പ്രോബ്ലം എന്ന് പറയാം. നമ്മൾ പറഞ്ഞത് എന്താണ് ഈ അഫർമേറ്റീവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേരാണ് അഫർമേറ്റീവ്. മറക്കൂലല്ലോ. ഓക്കെ. ഇപ്പോൾ ഒന്നാമത്തെ തരം സെന്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ സെന്റൻസിന് 4 പേരുകളാണ്. ഏതൊക്കെയാ? സ്റ്റേറ്റ്മെന്റ്, അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ പ്രസ്താവന രൂപത്തിൽ പറയുന്ന സെന്റൻസുകൾ. ഇതിൽ അഫർമേറ്റീവിന്റെ മാത്രം പ്രത്യേകത എങ്ങനെയാ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേര് അഫർമേറ്റീവ് എന്ന് പറഞ്ഞു. നോക്കിയേ, രണ്ടാമത്തെ തരം സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ്, അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇപ്പൊ ചോദ്യത്തില് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് വരില്ല, ഇന്ററോഗേറ്റീവ് എന്നേ വരുള്ളൂ അല്ലേ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ചോദ്യ രൂപേണയുള്ള സെന്റൻസുകളാണ് ഇന്ററോഗേറ്റീവ്. എല്ലാവർക്കും അറിയാന്നുള്ളതിന് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. എങ്ങനെ പറഞ്ഞേ? ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞു? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഒന്ന് പറഞ്ഞേ. വാട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതുപോലെ വെയർ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഹൗ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതുപോലെ ഹൗ മച്ച് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. വിച്ച് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഇതിനെല്ലാം നമുക്ക് എന്താ പറയാം? ക്വസ്റ്റ്യൻ വേർഡുകൾ എന്ന് പറയാം. ഓക്സിലറി വെർബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈസ് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഓക്സിലറി വെർബ്. ഈസ് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ഓക്സിലറി വെർബ്. ഒന്ന് ജസ്റ്റ് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, അതുപോലെ ഡു, ഡസ്, ഡിഡ്, അതുപോലെ വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഓട്ട് ടു. ഇതെല്ലാം ഓക്സിലറീസ് ആണ് അല്ലേ? അപ്പം ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന സെന്റൻസുകളൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെന്റൻസുകളായിരിക്കും.
എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അതേപോലെ എന്നാൽ ഓക്സിലറി തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കാര്യം ഡീറ്റെയിൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? നമുക്ക് വേർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ആർ യു റെഡി? ആർ എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ഇനി അതേപോലെ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കാം? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസിന്റെ പേരാണ് ഇന്ററോഗേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. അപ്പൊ ആദ്യത്തെ സെന്റൻസിന്റെ പേര് എന്നാ പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ്. എൻ്റെ മറ്റൊരു പേര് ഏതാ? അസേർട്ടീവ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ഡിക്ലറേറ്റീവ്, അല്ലെങ്കിൽ മറ്റൊരു പേര് അഫർമേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. ഇതിൽ അഫർമേറ്റീവിന്റെ മാത്രം പ്രത്യേകത എന്താ പറഞ്ഞു? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേര് അഫർമേറ്റീവ്. രണ്ടാമത്തെ സെന്റൻസിന്റെ പേരെന്നാ? ഇന്ററോഗേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ല എങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസ്. ക്ലിയർ ആണോ? നോക്കിയേ, മൂന്നാമത്തെ തരം സെന്റൻസിന്റെ പേരാണ് ഇംപെരേറ്റീവ് സെന്റൻസ്. മൂന്നാമത്തെ സെന്റൻസിന്റെ പേര് ഏതാ? ഇംപെരേറ്റീവ്. അല്ല എങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെന്റൻസ് എന്ന് പറയും. ഇംപെരേറ്റീവ് അല്ലെങ്കിൽ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെന്റൻസ്. ആജ്ഞയുടെയോ അപേക്ഷയുടെയോ രീതിയിൽ ചോദിക്കുന്ന സെന്റൻസുകളാണ്. നോക്കിയേ, അതൊരു ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കമാൻഡ് ആയിരിക്കാം. ഓർഡർ, അതുപോലെ വിഷ്, റിക്വസ്റ്റ്, കമാൻഡ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് എല്ലാം ഇംപെരേറ്റീവ് ആണ്. കണ്ടെത്താൻ എളുപ്പവഴി നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസ് വെർബിലായിരിക്കാം തുടങ്ങുന്നത്. അല്ല എങ്കിൽ പ്ലീസ് എന്ന വാക്ക്, അല്ല എങ്കിൽ കൈൻഡ്ലി, അല്ലെങ്കിൽ ബി, ഡോണ്ട്, ലെറ്റ്. ഏതൊക്കെ വാക്കുകളാണ്? വെർബിലോ അല്ല എങ്കിൽ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത്തരം സെന്റൻസുകൾ ഏതാ? ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അത്തരം സെന്റൻസുകൾ ഇംപെരേറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഈ വെർബ് എന്ന് പറഞ്ഞാൽ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് വെർബ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ വേർഡ് അല്ലേ? വാക്ക്, അതുപോലെ ഈറ്റ്, അതുപോലെ സ്ലീപ്പ്, സിങ്, ഡാൻസ്, ഇങ്ങനെയുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് മെയിൻ വെർബുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ പ്ലീസ് എന്ന വാക്കിലായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ കൈൻഡ്ലി, അല്ലെങ്കിൽ ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾ എപ്പോഴും എന്ത് ടൈപ്പ് ആയിരിക്കും? ഇംപെരേറ്റീവ് ആയിരിക്കും. നോക്കിയേ, എക്സാമ്പിള് ക്ലോസ് ദ ഡോർ. അത് ക്ലോസ് എന്ന് പറയുന്നത് അതൊരു വെർബാണ്. നമുക്ക് എന്തിൽ അവസാനിച്ചു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അത്തരം സെന്റൻസ് ഏതാ? അതൊരു ഇംപെരേറ്റീവ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റിൽ തുടങ്ങിയിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. എന്ത് തരം സെന്റൻസ്? ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. നോക്കിയേ, മറ്റൊരു ചോദ്യം, ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം ഇംപെരേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഡോണ്ട് തുടങ്ങുന്നതുകൊണ്ട് അത് ഇംപെരേറ്റീവ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, പ്ലീസ് സിങ് എ സോങ്. പ്ലീസ് എന്ന് പറയുന്ന വാക്യം തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ മൂന്നാമത്തെ തരവും പഠിച്ചു. ഏതാ മൂന്നാമത്തത്? ഇംപെരേറ്റീവ് സെന്റൻസ്. അല്ലെങ്കിൽ മറ്റൊരു പേര് ഏതാ? പറഞ്ഞു എന്നോടൊപ്പം. റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ് സെന്റൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? വെർബിലോ അല്ല എങ്കിൽ പ്ലീസ് എന്ന വാക്കിലോ അല്ല എങ്കിൽ കൈൻഡ്ലി അല്ല എങ്കിൽ ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഇംപെരേറ്റീവ് സെന്റൻസ്. മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകൾ ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? നോക്കിയേ, നാലാമത്തെ തരം സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എളുപ്പമാണ് കണ്ടെത്താൻ, വളരെ എളുപ്പമാണ്. ഉള്ളതിൽ ഈ ഇന്ററോഗേറ്റീവും എക്സ്ക്ലമേറ്ററിയും നമുക്ക് ചിഹ്നമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടെത്താം. കാരണം ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നിൽ കാണും, രണ്ടാമത്തേൽ ആശ്ചര്യചിഹ്നം കാണും. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ കിട്ടില്ല? എക്സ്ക്ലമേറ്ററി നോക്കിയേ, അതാ തന്നിരിക്കുന്നതിൽ ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി. ആശ്ചര്യചിഹ്നം ഇടാൻ അറിയാമല്ലോ,
ഒരു വരി ഒരു കുത്തും കേട്ടോ പിള്ളേരെ. അപ്പോൾ നോക്കിയോ, ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ് എന്ന് പറയുന്നു. നോക്കിയോ, എക്സാമ്പിള് വാട്ട് എ ക്യൂട്ട് ബേബി. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം അവസാനിച്ചിരിക്കുന്നത് ആശ്ചര്യചിഹ്നത്തിലാണ്. അതുകൊണ്ട് ആ സെന്റൻസിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി. അപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, നേരത്തെ നിങ്ങളല്ലേ മനുഷ്യൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഇൻട്രോഗേറ്റീവ് ആണെന്ന്. നോക്കിയേ, പഠിച്ചേ, നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഇൻറ്ററോഗേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഓക്സിലറി വെർബ് ആയിരിക്കാം, അല്ല എങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ അതിന് ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയാം. എന്നാൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബാണ് വരുന്നതെങ്കിൽ, അതിന് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. അതിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കേതാ? ഒന്നെങ്കിലും ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണങ്ങൾ, ആഡ് വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? എക്സ്ക്ലമേറ്ററി. ഇവിടെ നോക്കിയേ, വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ക്യൂട്ട് എന്നാണ് കിടക്കുന്നത്. ക്യൂട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് അഡ്ജക്റ്റീവ് എന്ന് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി. മറ്റൊരു ചോദ്യം നോക്കിയേ, വാവ് ഹീസ് വെരി ടോൾ. കണ്ടല്ലോ, ഈ വാവ് കഴിഞ്ഞിട്ട് കിടക്കുന്ന തൊട്ടടുത്തായിട്ട് ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും കണ്ടാൽ മതി. നിങ്ങൾ ആ ഫുൾ സ്റ്റോപ്പും പിടിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കളയല്ലേ. അപ്പോൾ വാവ് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? ആശ്ചര്യചിഹ്നം, ഹീസ് വെരി ടോൾ. അവിടെ തന്നിരിക്കുന്നതിൽ ഇത് എക്സ്ക്ലമേറ്ററിക്ക് എക്സാമ്പിൾ ആണ്. ഈ വാവ് എന്ന് പറയുന്ന വാക്കിന് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വാവ്, ഓ, അലാസ്. ഏതൊക്കെയാ? വാവ്, ഓ, അതേപോലെ അലാസ് മുതലായ വാക്കുകൾ. ഈ വാക്കുകൾക്ക് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർജങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഈ വാക്കുകൾക്ക് പറയുന്ന പേര് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പഠിക്കും. ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ 4 തരം സെന്റൻസുകളാണ്. ഇനി നമ്മൾ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് മോഡൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ആ ചോദ്യങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നോട്ട് എഴുതിയെടുക്കണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് ഇല്ലാത്തത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സ്ലൈഡിൽ പറയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് എഴുതിയാണ് പറയുന്നത്. കാണുന്ന കാര്യങ്ങൾ, ആ ഒരു ചോദ്യത്തിനകത്ത് കാണുന്ന എന്ത് കാര്യവും എന്ത് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞു പോകും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആ സമയത്ത് കാണുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്, സ്ലൈഡിൽ അതൊന്നും ഉൾപ്പെടുത്തില്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നോട്ട് എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ഇനി ആ നോട്ടിൻ്റെ സ്ലൈഡ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ നോട്ട് ഇല്ലായിരുന്നെന്ന് പറയരുത്. കാരണം അങ്ങനെയുള്ള കുട്ടികൾ മടിയുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സാധനം നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ നോട്ട് എഴുതിയെടുക്കാൻ പാകത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്നത് നോട്ട് എടുക്കാൻ പാകത്തിലാണ്, അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പാകത്തിലാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും എന്നോടൊപ്പം നോട്ട് എഴുതിയെടുത്തതിനെ ശീലിക്കുക. ഓക്കെ, നോക്കിയേ. അപ്പോൾ വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. നമ്മൾ മോഡൽ വർക്കൗട്ടാണ്. നമ്മൾ പഠിച്ച 4 ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരും. അപ്പോൾ ചോദ്യങ്ങൾ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവരും ആ ചോദ്യം എഴുതിയെടുത്ത് ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനു മുമ്പേ ആ ടോപ്പിക് ഒരു തവണയും കൂടെ പറഞ്ഞു തരും. ഒന്നാമത്തത് എന്ത് ചെയ്യുന്നു, 4 തരം സെന്റൻസുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പേര് സ്റ്റേറ്റ്മെന്റ്, അസേർട്ടീവ്, അതേപോലെ ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നൗൺ അല്ലെങ്കിൽ പ്രൊനൗണി തുടങ്ങി അല്ലെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അഫർമേറ്റീവിന്റെ മാത്രം പ്രത്യേകത പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് മാത്രം പറയുന്ന പേര്. രണ്ടാമത് പറഞ്ഞത് ഇൻറ്ററോഗേറ്റീവ്, ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വേർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. മൂന്നാമത്തത് പറഞ്ഞ ഇമ്പരേറ്റീവ്, അതൊരു റിക്വസ്റ്റ് ആയിരിക്കാം, കമാൻഡ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, വിഷ് ആയിരിക്കാം. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? വെർബിലോ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇനി നാലാമത് പറഞ്ഞത് എക്സ്ക്ലമേറ്ററി, ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾ ആണ് എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ നോക്കി. ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഏത് ടൈപ്പാണെന്നൊന്ന് പറഞ്ഞ്. അരുൺ ഈസ് റീഡിങ് എ ബുക്ക് ഏത് തരം സെന്റൻസ് ആണ്? തന്നിരിക്കുന്ന ചോദ്യം അരുൺ എന്ന് പറയുന്ന നൗണിൽ തുടങ്ങിയിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. സെന്റൻസിന് പറയുന്ന പേരെന്താ കുട്ടികളെ? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് 4 പേരും പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ.
സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അതുപോലെ അസേർട്ടീവ് എന്ന് പറയാം, അതുപോലെ ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അതുപോലെ അഫർമേറ്റീവ് എന്നും പറയാം. സ്റ്റേറ്റ്മെന്റ്, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, അതുപോലെ അഫർമേറ്റീവ്. ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് കിടക്കുന്നത് അത് നമുക്ക് എഴുതാം. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് എ വണ്ടർഫുൾ വേൾഡ്. കണ്ടല്ലോ, വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. നീ തന്നിരിക്കുന്ന ചോദ്യം അവസാനിച്ചിരിക്കുന്ന എക്സ്ക്ലമേറ്ററിയിലാണ്, എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി എന്ന് പറയാം അല്ലേ. നമുക്ക് വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് വണ്ടർഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് വന്നത് അല്ലേ. നമ്മൾ പഠിച്ചു ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്ക്ലമേറ്ററി ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഇങ്ങനെ. താഴെ തന്നിരിക്കുന്നതിൽ ആശ്ചര്യചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെന്റൻസ് ഏത്? അപ്പോൾ ഒന്നിലും ക്വസ്റ്റ്യൻ എന്ത് കാണില്ല, എക്സ്ക്ലമേഷൻ മാർക്ക് കാണില്ല. അപ്പോൾ നമ്മൾ ഈ ഐഡിയയിലൊക്കെ നോക്കണം. അങ്ങനെയും ചോദിക്കാം. അടുത്ത് നോക്കിയേ, ക്യാൻ യു ഹെൽപ്പ് മീ. കണ്ടല്ലോ, തന്നിരിക്കുന്ന സെന്റൻസ് അവസാനിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡിലാണ്. ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്ററോഗേറ്റീവ്. അതിന് പറയുന്ന പേര് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാണ്. ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നു. ചോദ്യം നോക്കിയേ, ടേൺ ഓഫ് ദ ടെലിവിഷൻ. ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഒരു വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര്, അതൊരു ഓർഡർ കൂടിയാണ്. അതിന് പറയുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, പ്ലീസ് ഫിനിഷ് ദ അസൈൻമെന്റ്. പ്ലീസ് എന്ന വാക്കിൽ തുടങ്ങുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? മറ്റൊരു ചോദ്യം നോക്കിയേ, ഐ എൻജോയ് പ്ലേയിങ് ക്രിക്കറ്റ്. നോക്കിയേ, അവിടെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അതൊരു പ്രൊനൗൺ ആണ്. തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേര് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അതുപോലെ അസേർട്ടീവ് എന്ന് പറയാം, അതുപോലെ ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അതുപോലെ അഫർമേറ്റീവ് എന്നും പറയാം. കാരണം പോസിറ്റീവ് ആയതുകൊണ്ട് അഫർമേറ്റീവ് എന്നും പറയാം. ഇവിടെ നോക്കിയാൽ നമ്മൾ പഠിച്ച ഒരു റൂൾ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തേ. എൻജോയ് കഴിഞ്ഞാൽ ING പഠിച്ച ഓർമ്മയുണ്ടോ? ഏത് ടോപ്പിക്കാ? ജെറണ്ട്. ഓക്കെ, എങ്ങനെ പഠിച്ചു കൂട്ടില്ലേ? E³ + ING. കണ്ടോ, E³ + ING. E³ വരുന്ന വാക്ക് ഏതാ? എൻജോയ്, അതേപോലെ എക്സ്ക്യൂസ്, അതുപോലെ എസ്കേപ്പ്. എൻജോയ്, എസ്കേപ്പ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ING ആണ്. ഇതാ കിടക്കുന്നുണ്ടാ, എൻജോയ് പ്ലേയിങ് കിടപ്പുണ്ട് അല്ലേ. അപ്പം നമ്മളത് ജെറണ്ടി പഠിച്ചതാണ്, അത് കണ്ടുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തെടുത്താൽ നല്ലത്. നോക്കിയേ, വാവ് ദാറ്റ് ഈസ് അമേസിങ്. സെന്റൻസ് അവസാനിച്ചിരിക്കുന്നത് ആശ്ചര്യചിഹ്നത്തിലാണ്, അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയും. എന്തെന്ന് പറയുന്നു? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നു. ഈ വാവിന് പറഞ്ഞ പേരെന്താ? നമ്മൾ പറഞ്ഞല്ലോ, ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരെന്താ? ഇന്റർജങ്ഷൻസ് എന്ന് പറഞ്ഞു. മറ്റൊരു ചോദ്യം നോക്കിയേ, ഈസ് ഹി കമ്മിങ് ടു ദ മീറ്റിംഗ്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ്. സെന്റൻസ് അവസാനിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിലാണ്, അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേര് ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ഇന്ററോഗേറ്റീവ് എന്ന് പറയുന്നു. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ഹൗ കോൾഡ് ദ വാട്ടർ ഈസ്. നോക്കിയേ, ഹൗ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇനി കോൾഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അതൊരു അഡ്ജക്റ്റീവ് ആണ്. സെന്റൻസ് അവസാനിച്ചിരിക്കുന്നത് എന്തിലാ? ആശ്ചര്യചിഹ്നം. അതുകൊണ്ട് അതിന് പറയുന്ന പേര് എക്സ്ക്ലമേറ്ററി എന്ന് പറയും. നോക്കൂ, ഈ സെന്റൻസിനെ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എന്ന രീതിയിലായിട്ട് മാറ്റി അങ്ങ് എഴുതിയാൽ മതി. സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ പിന്നെ അഡ്ജക്റ്റീവോ ആഡ് വെർബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് എഴുതാം. നോക്കുക, ഇതിനകത്ത് വരുന്ന അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്തായാലും നമുക്ക് വേണ്ട. ക്വസ്റ്റ്യൻ വേർഡ് അങ്ങ് ഒഴിവാക്കുക, സബ്ജക്റ്റ് ഓക്സിലറി വെർബ് എന്ന പാറ്റേണിലോട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇട്ടുന്നൂടെ? ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ദ വാട്ടർ ആണ്. ഈസ് ഓക്സിലറി വെർബാണ്, കോൾഡ്.
എന്ത് ചെയ്യുന്നു? കോൾഡ് എന്ന് പറയുന്നത് അതിൻ്റെ വിശേഷണമാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒഴിവാക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിന് വരെ നമുക്ക് വേണമെങ്കിൽ വെരി ഉപയോഗിക്കാം കേട്ടോ. വെരി ഉപയോഗിച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നൂടെ? ദ വാട്ടർ ഈസ് വെരി കോൾഡ്. ദ വാട്ടർ ഈസ് വെരി കോൾഡ് എന്ന് കിട്ടുന്നു. ഒരു എക്സ്ക്ലമേറ്ററി തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിന്റെ പാറ്റേൺ ഓർത്താൽ മതി. ഒരു സെന്റൻസിന് സ്റ്റേറ്റ്മെന്റിലാക്കാൻ പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ് ഉണ്ടെങ്കിൽ എഴുതുക, അത് കഴിഞ്ഞിട്ട് റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. ഓക്കെ, റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്, RPS, റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. നോക്കിയേ മറ്റൊരു ചോദ്യം. ഓപ്പൺ യുവർ ബുക്ക്. ഓപ്പൺ എന്ന് പറയുന്നത് വെർബാണ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് ഇംപെരേറ്റീവ് സെന്റൻസ്. എന്തെന്ന് പറയുന്നു? ഇംപെരേറ്റീവ് സെന്റൻസ്. ക്ലിയർ ആണോ കുട്ടികളെ? ഇനി നോക്കിയേ, നിങ്ങൾക്ക് തരും ഇങ്ങനെ ഒരു ചോദ്യം തരും കേട്ടോ. നോക്ക്, ഹീ ഈസ്, ഇങ്ങനെ ഒരു ചോദ്യം കിടക്കുകയാണ്. ഹീ ഈസ് എ ബോയ്. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് ചേഞ്ച് ഇൻ ടു ഇൻറ്ററോഗേറ്റീവ് എന്ന് ചോദിച്ചു. ചേഞ്ച് ഇൻ ടു ഇൻറ്ററോഗേറ്റീവ്. ഇതിനെ ഇൻറ്ററോഗേറ്റീവിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ കുട്ടികളെ? ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ പാറ്റേൺ എപ്പോഴും സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്, അത് കഴിഞ്ഞിട്ട് റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് എന്ന രീതിയിലാണ്. എന്നാൽ ഒരു ഇൻറ്ററോഗേറ്റീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങാം, അല്ലായെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് റിമൈനിങ് പാർട്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇൻറ്ററോഗേറ്റീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് ഓക്സിലറി വെർബിനെ മുന്നിൽ കൊണ്ടുവരിക, സബ്ജക്റ്റിനെ പിന്നിൽ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു കുട്ടികളെ? ഹീ ഈസ് എ ബോയ്. എങ്ങനെയാ ക്വസ്റ്റ്യൻ ആക്കാം? ഈസ് ഹീ എ ബോയ് എന്നായിട്ട് മാറുന്നു. അതൊരു ഇൻറ്ററോഗേറ്റീവ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെ എന്തിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ? ഇൻറ്ററോഗേറ്റീവിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഓക്സിലറി വെർബ് മുന്നിൽ കൊണ്ടുവരിക, സബ്ജക്റ്റിനെ പിന്നിലാക്കി എഴുതുക. അതായത് സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഓക്സിലറിയുടെ സ്ഥാനത്ത് സബ്ജക്റ്റും ആക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചത് 4 തരം സെന്റൻസുകളാണ്. ഒന്ന് പറഞ്ഞ് ഏതൊക്കെയാ? സ്റ്റേറ്റ്മെന്റ്, അതിന് പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാ കുട്ടികൾ? ഉറച്ച് പറഞ്ഞ് ബുക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞ് എന്നോടൊപ്പം. സ്റ്റേറ്റ്മെന്റ്, അതേപോലെ അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. രണ്ടാമത്തത് ഇൻറ്ററോഗേറ്റീവ്, ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറിയിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. മൂന്നാമത്തത് ഇംപെരേറ്റീവ്, വെർബ് പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതൽ, അതുപോലെ ലെറ്റ് വാക്കുകളിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾ എക്സ്ക്ലമേറ്റർ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കിയേ. ഇനി സെന്റൻസിന്റെ സ്ട്രക്ചർ രൂപത്തിൽ സെന്റൻസുകൾക്ക് വേറെയും 4 പേരുകൾ പറയാം. അതായത് നമ്മളിപ്പോൾ പഠിച്ച സെന്റൻസുകളെ ചേർത്ത് വേറെ 4 പേരുകൾ പറയാം. നോക്കിയേ, അതിനെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് എന്ന് പഠിക്കുക. സെന്റൻസുകളെ കൈൻഡുകൾ, തരം. സെന്റൻസിന്റെ സ്ട്രക്ചർ ബേസിൽ സെന്റൻസിനെ 4ആയിട്ട് തിരിക്കാം. അതിനെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് എന്നാണ് പറയുന്നത്. നോക്കിയേ, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് സിമ്പിൾ സെന്റൻസ്, രണ്ടാമത്തത് കോമ്പൗണ്ട് സെന്റൻസ്, മൂന്നാമത്തത് കോംപ്ലക്സ് സെന്റൻസ്, നാലാമത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇപ്പോൾ സെന്റൻസുകളുടെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് ഏതൊക്കെയാ? സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഒരു തവണ കൂടെ പറഞ്ഞേ. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇങ്ങനെ 4 തരം സെന്റൻസുകളുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് ഇത് തന്നെയാണ്. ഐഡന്റിഫിക്കേഷനും ഇന്റർചേഞ്ചിങ്ങുമാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോന്നും എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ നോക്കിയേ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. എന്താണ് ഈ മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്. എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വച്ചിട്ടാണ് സെൻറ്റൻസുകളെ സിമ്പിൾ എന്നും കോമ്പൗണ്ട് എന്നും കോംപ്ലക്സ് എന്നും കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പഠിക്കേണ്ടത്. മെയിൻ ക്ലോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. അതായത് ഒരു സബ്ജക്റ്റ്
അതുപോലെ വെർബ്, അതുപോലെ റിമൈനിങ് പാർട്ട് വരുന്ന സെൻറ്റൻസുകൾക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരുന്ന മുഴുവൻ ഭാഗവും ഒരു പൂർണ്ണ കംപ്ലീറ്റ് മീനിങ് നൽകുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. നോക്കി എക്സാമ്പിള്, ദ സ്കൈ ഈസ് ബ്ലൂ. കണ്ടല്ലോ, ദ സ്കൈ ഈസ് ബ്ലൂ, ആകാശം നീല കളറാണ്. അതൊരു ചെയ്യുന്നതോടെ പൂർണ്ണ അർത്ഥം നൽകുന്നു. അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. നോക്കിയാൽ മറ്റൊരു ചോദ്യം, ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുന്നു, അവർ കളിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് ആയില്ലേ? കംപ്ലീറ്റ് മീനിങ് നൽകുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേര് മെയിൻ ക്ലോസ്. എന്നാൽ എന്താണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ് നൽകാത്ത സെൻറ്റൻസിന് പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അർത്ഥപൂർണതയില്ലാത്ത സെൻറ്റൻസിന് പറയുന്ന പേര് സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുക. മെയിൻ ക്ലോസിനെ ആശ്രയിച്ചാണ് എപ്പോഴും ഈ സബോർഡിനേറ്റ് ക്ലോസ് നിൽക്കുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥം നൽകില്ല, എന്നാൽ മെയിൻ ക്ലോസിനോടൊപ്പം ചേർത്ത് പറഞ്ഞാൽ ഇവയ്ക്ക് മീനിങ് കിട്ടുന്നു. മനസ്സിലായ? അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് അർത്ഥപൂർണതയില്ലാത്ത സെൻറ്റൻസിൻ്റെ ഭാഗവും, ഇനി മെയിൻ ക്ലോസ് പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകളാണ്. നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നിങ്ങൾ തന്നെ പറഞ്ഞു, ഇതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഏതാ, മെയിൻ ക്ലോസ് ഏതാ? പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസ് ഏതാ, പൂർണ്ണ അർത്ഥമില്ലാത്ത സെൻറ്റൻസ് ഏതാ? നമുക്ക് യു വിൽ പാസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് മീനിങ്, അതിന് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ്. നീ പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മീനിങ് കിട്ടിയാ? ഇല്ല. യു വിൽ പാസ്, നീ ജയിക്കുമായിരിക്കും എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്. അപ്പം നീ പഠിച്ചാൽ നീ ജയിക്കും എന്ന് പറയുന്നത് ചേർത്ത് പറഞ്ഞപ്പം ഈ സബോർഡിനേറ്റും കൂടെ അർത്ഥം കിട്ടി. അപ്പോൾ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണത ഇല്ലാത്ത സെൻറ്റൻസുകളാണ് എന്തെന്ന് പറയുന്നത് സബോർഡിനേറ്റ്. മെയിൻ ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് മീനിങ് വരുന്ന സെൻറ്റൻസിന് പറയുന്ന പേര് മെയിൻ ക്ലോസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് 4 തരം ഉണ്ടെന്ന് പറഞ്ഞു. പേര് മാത്രമേ പഠിച്ചോളൂ. ഒന്നാമത്തെ പേര് ഏതാ? സിമ്പിള്. രണ്ടാമത്തെ പേര് കോമ്പൗണ്ട്. മൂന്നാമത്തെ പേര് കോംപ്ലക്സ്. നാലാമത്തെ പേര് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താ? അപ്പോൾ ഈ സെൻറ്റൻസുകൾ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞു? എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പഠിക്കണം. അപ്പോൾ ആദ്യം മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. എന്താ മെയിൻ ക്ലോസ്? പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസിന് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? അർത്ഥപൂർണതയില്ലാത്ത സെൻറ്റൻസിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്. ഇനി നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്തെന്നാണ് പഠിക്കുന്നത്. നോക്കിയേ കുട്ടികളെ, ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥപൂർണതയുള്ള ഒരു സെൻറ്റൻസ് തന്നു, കംപ്ലീറ്റ് മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. അതായത് നമ്മൾ സാധാരണ പറയും ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദ സ്കൈ ഈസ് ബ്ലൂ, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി എയർ, സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇല്ലേ? അതേപോലെ ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു സ്കൂൾ, സിമ്പിൾ സെൻറ്റൻസ് ആണ്. കംപ്ലീറ്റ് മീനിങ് നൽകുന്ന സെൻറ്റൻസിന് പറയുന്ന പേര് സിമ്പിൾ സെൻറ്റൻസ്. അതായത് ഇങ്ങനെയും പറയാം, ഒരു മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെൻറ്റൻസിന് പറയുന്ന പേര് സിമ്പിൾ സെൻറ്റൻസ്. അങ്ങനെ പറഞ്ഞാലും മതി. ഒരു മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെൻറ്റൻസിന് പറയുന്ന പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെൻറ്റൻസിന് പറയുന്ന പേര് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏതെഴുതുക? സിമ്പിൾ എഴുതുക. നമുക്ക് ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഐ ആം റൈറ്റിംഗ് എ നോവൽ, നമുക്ക് കംപ്ലീറ്റ് മീനിങ് നൽകുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, പറയുന്ന പേര് സിമ്പിൾ സെൻറ്റൻസ്. എന്നാൽ പരീക്ഷയ്ക്ക് ഇത്ര എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. നമ്മൾ വായിക്കുമ്പോൾ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണെന്ന് തോന്നത്തുമില്ല, എന്നാൽ അത് സിമ്പിൾ ആണ് താനും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. പഠിക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ കണ്ടെത്താം? ചില വാക്കുകൾ വരുന്ന സെൻറ്റൻസ് എല്ലാം സിമ്പിളാണ്. പഠിച്ച ചില വാക്കുകൾ ഏതൊക്കെയാ? ഒന്നാമത്തത് ഇൻസ്പൈറ്റ് ഓഫ്, ഇതാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ്, നോക്കിയേ പറഞ്ഞേ, ഒന്നാമത്തെ വാക്ക് ഏതാ? ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തെ ഡെസ്പൈറ്റ് ഓഫ് പറയല് തെറ്റാണ്. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും, എങ്കിലും, എന്നിട്ടും എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നു. അതേപോലെ INGയിൽ തുടങ്ങുന്ന സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇൻസ്പൈറ്റ് ഓഫിലായിരിക്കാം, അല്ലെങ്കിൽ ഡെസ്പൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ INGയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനുള്ളിൽ 2+V1 വന്നിട്ടുണ്ടായിരിക്കും. അതായത് ടു ഗോ, ടു ഡാൻസ്, ടു സിങ്, 2+V1, ടു ഇതെന്നൂടെ റൈറ്റ്, ഇങ്ങനെയുള്ള 2+V1 വന്നിട്ടുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ ഒരു സെന്റൻസ് തുടങ്ങുന്നത് ബിസൈഡ്സിലായിരിക്കാം. സെന്റൻസ് തുടങ്ങുന്നത് ഏതിലായിരിക്കാം? ബിസൈഡ്സ്. അതുപോലെ ടു ടു ഒരു സെന്റൻസിനുള്ളിൽ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനഫ് ടു വന്നിട്ടുണ്ടായിരിക്കാം. ഇതിലേതെങ്കിലും വാക്ക് ഒരു സെന്റൻസിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസ്. പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ വാക്കുകള്? ഇൻസ്പൈറ്റ് ഓഫ്, വാക്ക് മറക്കരുത്, ഈ വാക്കുകളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇപ്പൊ ഇന്റർചേഞ്ചിങ് പറയുമ്പോഴും നമ്മൾ ഈ രീതിക്കാണ് പറയുന്നത്. നോക്ക്, ഇൻസ്പൈറ്റ് ഓഫ്, എന്നോടൊപ്പം പറഞ്ഞേ, ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തത് ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ് എന്നീ വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസും 2+V1, 2 ഇനഫ് ടു എന്നീ വാക്കുകൾ വരുന്ന സെന്റൻസിനെയും പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ്. ഒരു തവണ കൂടെ വാക്കുകൾ പറഞ്ഞേ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ് എന്നീ വാക്കുകളിൽ തുടങ്ങുന്നതോ 2+V1 വരുന്നതോ 2 ഇനഫ് ടു വരുന്നതോ ആയ സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസ്. പരിചയപ്പെടാം എക്സാമ്പിളിലൂടെ. നോക്കിയേ, ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഫീവർ ഷീ അറ്റൻഡഡ് ദ ക്ലാസ്. കണ്ടല്ല, സെന്റൻസ് തുടങ്ങിയിരിക്കുന്ന ഇൻസ്പൈറ്റ് ഓഫിലാണ്. എന്ത് തരം സെന്റൻസ് ആണ് കുട്ടികളെ? സിമ്പിൾ സെന്റൻസ് ആണ്. ആ സെന്റൻസ് ഏതാ? സിമ്പിൾ സെന്റൻസ് ആണ്. കണ്ടാ, ഇൻസ്പൈറ്റ് ഓഫിൽ തുടങ്ങിയിരിക്കുന്നുണ്ട്, സിമ്പിൾ സെന്റൻസ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, സീയിങ് എ ടൈഗർ ഷീ റാൻ അവേ. ING തുടങ്ങിയിരിക്കുന്നു. തന്നിരിക്കുന്ന സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ING. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. നോക്കിയേ, മറ്റൊരു ചോദ്യം എന്ത് ചെയ്യുന്നൂടെ? ഹീസ് ടു സ്മോൾ ടു ഡു ദിസ് വർക്ക്. ടു സ്മോൾ ടു ഡു ദിസ് വർക്ക്. നോക്കടോ, ടു വരുന്ന സെന്റൻസ് ആണ്. ടു വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ഏതാണെന്ന് പറഞ്ഞു? സിമ്പിൾ സെന്റൻസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആണ് പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് പറഞ്ഞേ, എളുപ്പമാണ് സിമ്പിള്. എങ്ങനെ പറഞ്ഞു നോക്കിയോ? മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെന്റൻസിന് പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ്. എങ്ങനെയാ എന്ത് ചെയ്യുന്നു? ഇനി അത് കഴിഞ്ഞിട്ട് ചില വാക്കുകൾ വരുന്ന സെന്റൻസിന് സിമ്പിൾ എന്ന് പറഞ്ഞു. ഏതാണ് ആ ചില വാക്കുകൾ എന്ന് പറഞ്ഞേ? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, അതുപോലെ ബിസൈഡ്സ് എന്നീ വാക്കുകളിൽ തുടങ്ങുന്നതോ എന്നാൽ 2+V1, 2 ഇനഫ് ടു വരുന്ന സെന്റൻസോ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിനെയൊക്കെ നമുക്ക് എന്ന് പറയാം? സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. സിമ്പിൾ സെന്റൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്ത് കോമ്പൗണ്ടിലേക്ക് പോവാം. നോക്കിയേ, രണ്ടാമത്തെ തരം സെന്റൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസുകളാണ്. എങ്ങനെ നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പഠിക്കേണ്ട കാര്യം, രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറയുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറയുന്ന സെന്റൻസിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ്. ഇപ്പൊ രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറയുന്ന സെന്റൻസിന് പറയുന്ന പേര് എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടോ എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ഒരു ചെറിയ കോഡിലൂടെ വാക്കുകൾ പഠിക്കാം, കുറച്ച് വാക്കുകൾ പഠിക്കാം. ഫാൻ ബോയ്സ്, ഒന്ന് കോഡ് ചെയ്താൽ കൂട്ടല്ലേ? ഫാൻ ബോയ്സ്. ഈ ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് എല്ലാം കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ഫാൻ ബോയ്സ്? എഫിൽ വരുന്ന വാക്ക് ഫോർ. എഫിൽ വരുന്ന വാക്ക് ഏതാ? ഫോർ. എയിൽ വരുന്ന വാക്കാണ് ആൻഡ്. എയിൽ വരുന്ന വാക്ക് ആൻഡ്. എന്നിൽ വരുന്ന വാക്ക് നോർ. എന്നിൽ വരുന്ന വാക്ക് നോർ. അപ്പോൾ ഫാൻ ബോയ്സിൽ എഫ് മീൻസ് ഫോർ, എ ആണെങ്കിൽ ആൻഡ്, എൻ ആണെങ്കിൽ നോറ്, ബിയിൽ വരുന്ന വാക്കാണ് ബട്ട്, ഒയിൽ വരുന്ന വാക്ക് ഓറ്, വൈയിൽ വരുന്ന വാക്ക് എറ്റ്, എസ്സിൽ വരുന്ന വാക്ക് സോ. ഇപ്പൊ ഫാൻ ബോയ്സിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഒന്ന് ഉറച്ചു പറഞ്ഞേ. എഫ് മീൻസ് ഫോറ്, എ ആണെങ്കിൽ ആൻഡ്, എൻ ആണെങ്കിൽ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഒ ഓറ്, വൈ എറ്റ്, എസ് സോ. കുട്ടികളെ, ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നൊരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്ത് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഏതൊക്കെയാ? ഫാൻ ബോയ്സ്. കോമ്പൗണ്ട് സെന്റൻസിന് പറഞ്ഞ കോഡാണ് ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഒന്ന് പറഞ്ഞേ. എഫ് മീൻസ് കാണാതെ പറഞ്ഞേ ഫോർ, എ ആണെങ്കിലോ ആൻഡ്, എൻ ആണെങ്കിലോ നോറ്, ബി ആണെങ്കിൽ ബട്ട്, ഒ ആണെങ്കിൽ ഓറ്, വൈ ആണെങ്കിൽ എറ്റ്, എസ് ആണെങ്കിൽ സോ. എന്ത് ചെയ്യുന്നൂടെ? എസ് ആണെങ്കിൽ സോ. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ആണ്. ഇത് കൂടാണ്ട് ഒന്ന് രണ്ട് വാക്കുകളും കൂടെ ഉണ്ട്.
അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നോക്കിയേ, ഒന്നാമത്തെയാണ് ഹൗവർ. ഒന്നാമത്തെ വാക്ക് ഏതാ? ഹൗവർ. രണ്ടാമത്തത് ഐദർ ഓർ. മൂന്നാമത്തെ നൈദർ നോർ. മൂന്ന് വാക്കുകൾ ഏതൊക്കെയാ? ഹൗവർ, എയ്തർ ഓർ, നൈദർ നോർ. അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ. അടുത്ത വാക്കാണ് നോട്ട് ഓൺലി ബട്ട് ആൾസോ. ദെയർ ഫോർ. നോട്ട് ഓൺലി ബട്ട് ആൾസോ ദെയർ ഫോർ. വാക്കുകൾ ഏതൊക്കെയാ? നമ്മൾ ഫാൻ ബോയ്സ് കൂടാതെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ഹൗവർ, ഐദർ ഓർ, നൈദർ നോർ, ദെയർ ഫോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. അതുപോലെ ആസ് വെൽ ആസ്. അടുത്ത് വരുന്ന വാക്കാണ് നെവർത്തിലെസ്. ആസ് വെൽ ആസ്, നെവർത്തിലെസ്, ബോത്ത് ആൻഡ്. ആസ് വെൽ ആസ്, നെവർത്തിലെസ്, ബോത്ത് ആൻഡ്. വാക്കുകളൊന്ന് പറഞ്ഞേ. ഹൗവർ വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. ആ വാക്ക് മാത്രം പഠിച്ചാൽ മതി. ആ വാക്ക് ഒരു സെന്റൻസിൽ ഉണ്ടോ നോക്കുക, അത് കോമ്പൗണ്ട് ആണ്. ഇനി ഐദർ ഓർ, നൈദർ നോർ, ദെയർ ഫോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ആസ് വെൽ ആസ്, നെവർത്തിലെസ്, ബോത്ത് ആൻഡ്. ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന സെന്റൻസ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം ഏതാണെന്ന് പറഞ്ഞു? കോമ്പൗണ്ട് സെന്റൻസ്. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസിന് കോഡിലൂടെ പഠിച്ച വാക്ക് ഏതാ? കോഡ് പറഞ്ഞ വാക്ക് ഏതാ? ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞു. ഫാൻ ബോയ്സിൽ എഫിൽ വരുന്ന വാക്ക് ഏതാ? ഫോർ. എ ആണെങ്കിലോ ആൻഡ്. എൻ ആണെങ്കിലോ പറഞ്ഞേ നോറ്. ബോയ്സിൽ ബി ആണെങ്കിലോ ബട്ട്. ഓയിൽ വരുന്ന വാക്ക് ഓറ്. വൈ ആണെങ്കിലോ എറ്റ്. എസിൽ വരുന്ന വാക്ക് സോ. ഇത് കൂടാണ്ട് പറഞ്ഞ വാക്ക് ഏതൊക്കെയാ? ഹൗവർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ദെയർ ഫോർ, അല്ല അസ് വെൽ ആസ്, ബോത്ത് ആൻഡ്, നെവർത്തിലെസ്. ഈ വാക്കുകൾ വരുന്ന സെനൻസ്. നമ്മൾ ഈ പഠിച്ച ഇത്രയും വാക്കുകൾ വരുന്ന ഏതെങ്കിലും ഒന്ന് ഒരു സെനൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെനൻസ്. മേൽപ്പറഞ്ഞ വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. നമ്മൾ ഈ പഠിച്ച വാക്കുകൾ ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും, അപ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഈ പഠിച്ച വാക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കുക. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമ്മൾ ഈ പഠിച്ച വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് വാസ് വെരി കോൾഡ്. ഇറ്റ് വാസ് വെരി കോൾഡ്, ഹൗവർ ഷീ വെന്റ് ഔട്ട്. ഇറ്റ് വാസ് വെരി കോൾഡ്, ഹൗവർ ഷീ വെന്റ് ഔട്ട്. കണ്ടല്ലോ, ഹൗവർ വന്നിരിക്കുന്നുണ്ട്. അത് ഏത് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്ത് നോക്കിയേ. ഷീ ഈസ് ഡാൻസിങ് ആൻഡ് സിംഗിങ്. ഷീ ഈസ് ഡാൻസിങ് ആൻഡ് സിംഗിങ് എന്ന് വന്നിരിക്കുന്നു. ആൻഡ് വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. നോക്കിയോ. ഷീ ഈസ് സ്മാർട്ട് യെറ്റ് ഷീ സ്ട്രഗിൾ. കണ്ടല്ലോ, ഷീ ഈസ് സ്മാർട്ട് യെറ്റ് ഷീ സ്ട്രഗിൾ. അപ്പോൾ യെറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. യെറ്റ് എന്ന് പറയുന്ന വന്നു കഴിഞ്ഞാൽ ഫാൻ ബോയ്സ് പഠിച്ചതാണ്. അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് സെന്റൻസ് 2 ടൈപ്പ് സെന്റൻസ് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ കൈൻഡ്സ് ഓഫ് സെന്റൻസ്. നമുക്ക് 4 സെന്റൻസുകളാണ്. ഒന്ന് സിമ്പിള്, 2 കോമ്പൗണ്ട്, 3 കോംപ്ലക്സ്, 4ാമത് കോമ്പൗണ്ട് കോംപ്ലക്സ്. മെയിൻ ക്ലോസ് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ്. പറഞ്ഞു നോക്കിയേ. മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളാണ് മെയിൻ ക്ലോസ്. എന്നാൽ അർത്ഥപൂർണത ഇല്ലാത്ത സെന്റൻസിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ ഏതാ? അത് കഴിഞ്ഞ് പറഞ്ഞത് സിമ്പിൾ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. എന്താണ് സിമ്പിൾ സെന്റൻസ്? മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെന്റൻസ്. ഇനി ചില വാക്കുകൾ വരുന്ന സെന്റൻസ് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോ. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ്, 2+V1, 2 ഇനഫ് ടു വന്നാൽ അത് സിമ്പിൾ ആണ്. ഇനി രണ്ടാമത് പറഞ്ഞ കോമ്പൗണ്ട് സെന്റൻസ്. എന്താണ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മെയിൻ ക്ലോസുകൾ ചേർത്ത് പറയുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ്. പഠിച്ച കോഡ് ഏതാ? ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സിൽ F എന്താ? 4. A ആണെങ്കിലോ ആൻഡ്, N ആണെങ്കിലോ നോറ്, B ആണെങ്കിൽ ബട്ട്, O ആണെങ്കിൽ ഓറ്, Y ആണെങ്കിൽ എറ്റ്, SSO. കൂടാണ്ട് പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാ? ഒന്നാമത്തെ ഹൗവർ, ഐദർ ഓർ, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ദെയർ ഫോർ, ബോത്ത് ആൻഡ്, ആസ് വെൽ ആസ്, നെവർത്തിലെസ് വരുന്ന സെന്റൻസ് എല്ലാം കോമ്പൗണ്ട് ആണ്. ക്ലിയർ ആണല്ലോ? എളുപ്പമില്ലേ? കോംപ്ലക്സ് നോക്കിയേ. കോംപ്ലക്സ് സെന്റൻസ് എന്താണ് ചോദിക്കുന്നത്? നോക്കിയോ. മെയിൻ ക്ലോസും അതുപോലെ തന്നെ സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. ഒരു മെയിൻ ക്ലോസും 1 2 സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുമോ? ഇതിൽ ഇത് മെയിൻ ക്ലോസ് ആണ്,
ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഇതൊരു മറ്റൊരു സബോർഡിനേറ്റ് ക്ലോസ്. ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ വെച്ചിട്ട് പഠിക്കുക അല്ലേ. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ്, ഒരു മെയിൻ ക്ലോസും കാണും, ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസ് കാണും. ചിലപ്പോൾ ഒരെണ്ണം വരാം, അല്ലെങ്കിൽ ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസ് വരാം. എന്തായാലും നിർബന്ധം ഒരു മെയിൻ ക്ലോസ്, അതിനോടൊപ്പം സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്നു. നിങ്ങളൊരു കോഡ് പഠിച്ച് വാക്കുകൾ പഠിക്കുക, എളുപ്പമാണ്. ചില വാക്കുകൾ വരുന്ന സെൻറ്റൻസ് എല്ലാം കോംപ്ലക്സ് ആണ്. ആ വാക്കുകൾക്ക് ഒരു കോഡ് വെച്ചിട്ട് പഠിക്കുക. ശബരി യു ടി വോൺ. കോഡ് എങ്ങനെയാണല്ലേ? ശബരി യു ടി വോൺ. കോഡ് ഏതാ? ശബരി യു ടി വോൺ. ഉറച്ചു പറഞ്ഞേ. ശബരി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ പേരാണ്. യു ടി അവൻ്റെ ഇനിഷ്യലാണ്. വോൺ എന്ന് പറഞ്ഞാൽ വിന്നിൻ്റെ പാസ്റ്റാണ്. കോംപ്ലക്സ് ആയ കാര്യത്തിൽ ശബരി യു ടി വിൻ ചെയ്തു അല്ലെങ്കിൽ വോൺ ചെയ്തു. പഠിക്കാൻ പറ്റൂലേ? എസ്സിൽ വരുന്ന വാക്കാണ് സിൻസ്. എസ്സിൽ വരുന്ന വാക്ക് ഏതാ? സിൻസ്. ഉറച്ചെന്നോടും പറയണേ. ആ കോഡ് പറഞ്ഞു കഴിയുമ്പം നിങ്ങളും വാക്ക് എന്നോടൊപ്പം പഠിച്ചു കഴിയണം. എസ്സിൽ വരുന്ന വാക്ക് സിൻസ്. എച്ചിൽ വരുന്ന വാക്കാണ് ഹൗ. എച്ചിൽ വരുന്ന വാക്ക് ഹൗ. അപ്പോൾ എസ്സിൽ വരുന്ന വാക്ക് സിൻസ്, എച്ചിൽ വരുന്ന വാക്ക് ഹൗ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് അസ്, അസിഫ്. എയിൽ രണ്ട് വാക്കുകളാണ്, അസ്, അസിഫ്. അപ്പോൾ ശബരിയിൽ എസ് മീൻസ് സിൻസ്. എച്ചിൽ വരുന്ന വാക്ക് ഹൗ. എയിൽ രണ്ട് വാക്കാണ്, അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. ബിയിൽ രണ്ട് വാക്കുകൾ ഏതൊക്കെയാ? ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് ഓൾദോ, ആഫ്റ്റർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഓൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റയർലി, ബെയർലി, ഹാർഡ്ലി, വെൻ. അതിൻ്റെ അർത്ഥം എന്താണ് കൂട്ടല്ലേ? റയർലി വെന്ന്. ആ കുത്തിട്ട് വെന്നെന്ന് പറഞ്ഞാൽ റയർലി വെന്ന് വരുന്ന സെൻറ്റൻസ്, ബെയർലി വെന്ന് വരുന്ന സെൻറ്റൻസ്, ഹാർഡ്ലി വെന്ന് വരുന്ന സെൻറ്റൻസ്. റയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. അപ്പോൾ ഏതാ? ശബരിയിൽ എസ് മീൻസ് സിൻസ്. എച്ചിൽ വരുന്ന വാക്ക് ഹൗ. എയിൽ വരുന്ന രണ്ട് വാക്കാണ് അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഓൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റയർലി, ബെയർലി, ഹാർഡ്ലി, വെൻ. അടുത്ത് നോക്കിയേ. അടുത്ത ഐയിൽ വരുന്ന വാക്കാണ് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഐയിൽ രണ്ട് വാക്കുകളാണ്, ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇപ്പം ശബരി മാത്രം എന്ന് പറഞ്ഞ് എസ് മീൻസ് സിൻസ്. എച്ച് ആണെങ്കിലോ ഹൗ. എയിൽ വരുന്ന രണ്ട് വാക്കുകൾ അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഓൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. ഐയിൽ വരുന്ന വാക്ക് ഏതാ? ആ കുത്തിട്ട് വെന്നെന്ന് പറഞ്ഞാൽ വെന്നെന്ന വാക്കതല്ല, റയർലി വെന്ന്, ബെയർലി വെന്ന്, ഹാർഡ്ലി വെന്ന് എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഐയിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുയിൽ വരുന്ന വാക്കാണ് അൺലെസ്. യുയിൽ വരുന്ന വാക്ക് അൺലെസ്. ടീയിൽ മൂന്ന് വാക്കുണ്ട്, ദോ, ത്രൂ, ദാറ്റ്. ടീയിൽ വരുന്ന മൂന്ന് വാക്കുകൾ ഏതൊക്കെയാ? ദോ, ത്രൂ, ദാറ്റ്. ദോ, ത്രൂ, ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് ഇച്ചിരി അധികം വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക് വാട്ട്, വാട്ടെവർ. ഒരു തവണ പറയുമ്പോൾ നമുക്കിത് കിട്ടും. വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വിച്ച്, വിച്ചെവർ. ഹൂ, ഹൂമ്, ഹൂവർ. വെയർ, വെയറവർ. വാക്കുകൾ ഏതൊക്കെയുണ്ടേ? വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വിച്ച്, വിച്ചെവർ. ഹൂ, ഹൂമ്, ഹൂവർ. വെയർ, വെയറവർ. അപ്പോൾ വാട്ട്, വാട്ടെവർ, വെന്ന്, വെന്നെവർ, വിച്ച്, വിച്ചെവർ, ഹൂ, ഹൂമ്, ഹൂവർ, വെയർ, വെയറവർ. ഓയിൽ വരുന്ന വാക്കാണ് വൺസ്. എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഇത്രയേ ഉള്ളൂ ശബരി. അപ്പോൾ ഒന്ന് ബോഡി നോക്കി എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസിന് പറഞ്ഞ കോഡാണ് ശബരി യു ടി വോൺ. എസ്സിൽ വരുന്ന വാക്ക് ഏതാ? സിൻസ്. എച്ചിൽ വരുന്ന വാക്ക് ഹൗ, ഹൗവർ. എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് ഓൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. ഐയിൽ വരുന്ന വാക്ക് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുയിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ വരുന്ന മൂന്ന് വാക്കാണ് ദോ, ത്രൂ, ദാറ്റ്.
ഇനി ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വാട്ട് വാട്ടെവർ, വെന്ന് വെന്നെവർ, വിച്ച് വിച്ചെവർ, ഹൂ ഹൂം ഹൂവർ, വേർ വേറെവർ. ഓയിൽ വരുന്ന വാക്ക് വൺസും എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാനും. ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. അല്ലേ? അപ്പം നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് പഠിച്ചു കഴിഞ്ഞത്. വളരെ എളുപ്പമല്ലേ? ചെറിയ കോഡുകൾ വെച്ചിട്ടാണ് ടോപ്പിക്ക് പറഞ്ഞു തന്നത്. നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും പറഞ്ഞു, എന്ത് ചെയ്യും, കണ്ടെത്താനുള്ള എളുപ്പ വഴിയിലേക്ക് കോഡും പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ? കോമ്പൗണ്ട് സെൻറ്റൻസിന് പറഞ്ഞ കോഡാണ് ഫാൻ ബോയ്സ്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസിന് പറഞ്ഞ കോഡാണ് ശബരി യൂറ്റിയോൺ. ഒന്ന് കാണാതെ പറഞ്ഞ് ശബരി യൂറ്റിയോൺ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എസ്സിൽ വരുന്ന വാക്ക് ഏതാ പറഞ്ഞേ? സിൻസ്. എച്ച് ആണെങ്കിലോ എന്നോടൊപ്പം പറഞ്ഞിപ്പോൾ പഠിക്കും. എച്ചിൽ വരുന്ന വാക്ക് ഏതാ? ഹൗ. അടുത്തത് എയിൽ വരുന്ന വാക്ക് ഏതാ? എയിൽ വരുന്ന വാക്ക് അസ് അസിഫ്. അസ് അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ഏതാ? ബിക്കോസ് ബിഫോർ. ബിക്കോസ് ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ഏതാ? ആൾദോ ആഫ്റ്റർ. ആൾദോ ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റെയർലി ബെയർലി ഹാർഡ്ലി വെൻ. റെയർലി ബെയർലി ഹാർഡ്ലി വെൻ. ഐയിൽ വരുന്ന വാക്ക് ഏതാ? ഇഫ് ഇൻ ഓർഡർ ദാറ്റ്. യു ആണെങ്കിലോ അൺലെസ്. ടിയിൽ 3 വാക്കുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ വാക്ക്? ദോ ത്രൂ ദാറ്റ്. ദോ ത്രൂ ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്കാണെങ്കിലോ വാട്ട് വാട്ടെവർ, വെന്ന് വെന്നെവർ, വെയർ വെയറെവർ, വിച്ച് വിച്ചെവർ, ഹൂ ഹൂം ഹൂവർ. ഓയിൽ വരുന്ന വാക്ക് വൺസ്, എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കിയേ, ചോദ്യങ്ങൾ നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. അപ്പോൾ മേൽപ്പറഞ്ഞ വാക്കുകൾ ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് സെന്റൻസ് ആണ് കുട്ടികളെ? കോംപ്ലക്സ് സെന്റൻസ്. ഇനി കണ്ടെത്താൻ എളുപ്പമില്ലേ? ശബരി യൂറ്റി ഓർമ്മയിലിരിക്കുക, കോംപ്ലക്സ് സെന്റൻസ് കണ്ടെത്തുക. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. അൺലെസ് യു സ്റ്റഡി ഹാർഡ്. സ്റ്റഡി വെല് യു വിൽ ഫെയിൽ. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ ഫെയിൽ. അൺലെസ് വന്നിരിക്കുന്നു. സെന്റൻസ് ഏതാ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ. ദ ചിൽഡ്രൻ ലാഫ്ഡ് വെൻ ദേ സോ എ ക്ലൗൺ. കണ്ടല്ലോ, വെൻ അവിടെ വന്നിട്ടുണ്ട്, വെൻ വന്നിരിക്കുന്നുണ്ട്. അത് എന്ത് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് സെന്റൻസ് ആണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. കാണാതെ വേറെ ഒന്നും പഠിക്കണ്ട. നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്താണെന്ന് അറിയാം, കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് അറിയാം. ഇല്ലേ? ഇനി നമുക്ക് 2 മെയിൻ ക്ലോസ് വരുന്ന സെന്റൻസ് ആണ് കോമ്പൗണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 2ഓ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരാമെന്നാണ്. അത് തന്നെയാണ് കോംപ്ലക്സ്. എന്ത് ചെയ്യുന്നത്? 2ഓ അതിലധികമോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. 2ഓ അതിലധികമോ മെയിൻ ക്ലോസും അതുപോലെ സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ 2 മെയിൻ ക്ലോസ് വരാം, അതേപോലെ 2 സബോർഡിനേറ്റ് ക്ലോസ് വരാം. 2ഓ അതിലധികമോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്ന സെന്റൻസുകൾ കോമ്പൗണ്ട് കോംപ്ലക്സ്. നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കണ്ട. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ അത് നമുക്കൊരു മാർക്കിൻ്റെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എഴുതാനാണ് താഴെ തന്നിരിക്കുന്നത്. ഇപ്പം 2ഓ അതിലധികമോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും വരുന്ന സെന്റൻസിന് പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. അതാണ് ആ ഒരു ചോദ്യം വരുന്നത്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ കോമ്പൗണ്ടിന് പഠിച്ച കോഡ് ഏതാണ് ഉള്ളത്? കോമ്പൗണ്ടിന് പഠിച്ച കോഡ് ഏതാ? കോമ്പൗണ്ടിന് ഒരു കോഡ് പഠിച്ചാൽ ഏതാ? ഫാൻ ബോയ്സ് പഠിച്ചു. കോംപ്ലക്സിന് പഠിച്ച കോഡ് ഏതാ? ശബരി യൂറ്റി ഓൺ പഠിച്ചു. അത് മതി, ആ 2 കാര്യം മതി. ഫാൻ ബോയ്സിലെയും ശബരി യൂറ്റി ഓണിലെയും വാക്കുകൾ, ഫാൻ ബോയ്സിലെയും ശബരി യൂറ്റി ഓണിലെയും വാക്കുകൾ ഒരൊറ്റ സെന്റൻസിൽ വന്നാൽ, ഒരു സെന്റൻസിൽ വന്നാൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. അത് എന്ത് സെന്റൻസ് ആണോ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഫാൻ ബോയ്സിലെയും ശബരി യൂറ്റി ഓണിലെയും വാക്കുകൾ ഒരൊറ്റ സെന്റൻസ്, ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകൾ ഏതാ? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. എളുപ്പമില്ലേ? നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. വെൻ എന്ന് പറയും നമ്മൾ ഏതിൽ പഠിച്ചുകൂടെ? ശബരിയിൽ പഠിച്ച വാക്കാണ്. വെൻ ഐ ഹേർഡ് ദ ന്യൂസ് ഐ വെന്റ് ടു ദ സ്പോട്ട് ആൻഡ് കളക്റ്റഡ് ദ ഡീറ്റെയിൽസ്. നോക്കടോ, ആൻഡ് എന്ന് പറയുന്ന ഏതിൽ പഠിച്ചു? ഫാൻ ബോയ്സിൽ പഠിച്ചു. അപ്പം ശബരി യൂറ്റി പഠിച്ച വാക്കായിട്ടുള്ള വെന്നും വന്നു, ഫാൻ ബോയ്സിലെ ആൻഡും വന്നു. ഒരൊറ്റ സെന്റൻസിൽ വന്നുകൊണ്ട് അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്. അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് കോംപ്ലക്സ്. മറ്റൊരു ചോദ്യം നോക്കിയേ. വെൻ ഐ entered my room. When I entered my room, my wife was sleeping and my son was playing. കണ്ടല്ലോ, വെൻ എന്ന് പറയുന്നതും അതുപോലെ ആൻഡ് എന്ന് പറയുന്ന വാക്കും വന്നിട്ടുണ്ട്. ശബരി യൂറ്റി ഓണിലെയും ഫാൻ ബോയ്സിലെയും വാക്ക് ഒറ്റ സെന്റൻസിൽ വന്നു.
അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് കോംപ്ലക്സ്. പറയുന്ന പേര് കോമ്പൗണ്ട് കോംപ്ലക്സ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്, വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആണ്, കണ്ടെത്താനുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ആ കൈൻഡ്സ് ഓഫ് സെനൻസുമായിട്ട് ബന്ധപ്പെടുത്തി സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് അതുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം വ്യക്തമായി വായിക്കുക, ഉത്തരങ്ങൾ എഴുതുക. ഇതിൽ നമുക്ക് തരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ ക്ലിയർ ആയി എന്നർത്ഥം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് PYQ കൂടെ ഡിസ്കസ് ചെയ്യും. നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കത് കിട്ടി, നന്നായിട്ട് വ്യക്തമായി മനസ്സിലായി എന്ന് നമ്മൾ ഈ വർക്കൗട്ട് ക്വസ്റ്റ്യൻ മൊത്തം ശരിയാവുമ്പോൾ കിട്ടുന്നു അല്ലേ? അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് സിമ്പിൾ സെനൻസിന് പറഞ്ഞ വാക്കുകൾ ഏതാ? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ്, 2+1, 2 to, ഇനഫ് ടു വന്നാൽ അത് സിമ്പിൾ. ഫാൻ ബോയ്സ് വരുന്ന സെനൻസ് കോമ്പൗണ്ട് ആണ് അല്ലേ? ഹവർ, എയ്തർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, സോ ദാറ്റ്, അതുപോലെ ബോത്ത് ആൻഡ്, പിന്നെ as well as, nevertheless വരുന്ന സെനൻസ് ഏത് തന്നെയാണ്? കോമ്പൗണ്ട് സെനൻസ്. ശബരി യൂറ്റിയോൺ വരുന്ന സെനൻസ് കോംപ്ലക്സ് സെനൻസ്. ഫാൻ ബോയ്സിലെയും ശബരി യൂറ്റിയോണിലെയും വാക്കുകൾ ഒറ്റ സെനൻസിൽ വന്നാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെനൻസ്. നോക്കിയേ, ഒന്നാമത്തത് ഹി ഡ്രൈവ്സ് എ ഫാസ്റ്റ് കാർ. ഏത് ടൈപ്പ് സെനൻസ് ആണ്? അങ്ങനെ നമ്മൾ പഠിച്ച വാക്കൊന്നുമില്ല, കംപ്ലീറ്റ് മീനിങ് വരുന്ന സെനൻസ്. ഏത് സെനൻസ് ആണ് കൂട്ടല്ലേ? സിമ്പിൾ സെന്റൻസ്. അതിന് പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ്. അത് സിമ്പിൾ സെന്റൻസ് ആകുന്നു. രണ്ടാമത്തെ നോക്കിയേ, I will call you when I arrive. I will call you when I arrive. നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും വാക്കുണ്ടോ? നമുക്ക് വെന്ന് കിടക്കുന്നുണ്ടാ? വെന്ന് വരുന്ന സെനൻസ് ഏതാണെന്ന് പഠിച്ചു, ശബരി യൂറ്റിയോണിലാണ് പഠിച്ചത്. അതൊരു കോംപ്ലക്സ് സെനൻസ്. അത് എന്ത് സെനൻസ് ആണെന്ന് ചോദിച്ചാൽ എന്ത് സെനൻസ് ആണ് കൂട്ടല്ലേ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, although she is tired, she continues to work. എന്ത് വന്നിരിക്കുന്നു? നമുക്ക് ആൾദോ എന്ന വാക്ക് നമ്മൾ എവിടെയോ പഠിച്ചത്. ഏത് കോഡിലാണ് പഠിച്ചത്? ശബരി യൂറ്റിയോണിലാണ് പഠിച്ചത്. അതുകൊണ്ട് അത് ഏത് സെന്റൻസ് ആണേ? കോംപ്ലക്സ് സെന്റൻസ്. അതിനും പറയുന്ന പേര് കോംപ്ലക്സ് സെന്റൻസ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ദ ട്രെയിൻ വാസ് ഡിലേഡ് സോ വി ഹാഡ് ടു വെയിറ്റ് ലോങ്ങർ. നോക്ക്, സോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെ പഠിച്ചു കൂട്ടില്ലേ? കാണുമ്പോഴേ പെട്ടെന്ന് ആ കോഡ് അറിയെങ്കിൽ പെട്ടെന്ന് ആ വാക്ക് എന്ത് ചെയ്യും? കണക്ട് ചെയ്യാൻ പറ്റും. ഏതിലാണ്? ഫാൻ ബോയ്സ്, എസ്സിൽ വരുന്ന വാക്കാണ് സോ. അതുകൊണ്ട് അത് കോമ്പൗണ്ട് സെന്റൻസ്. അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ദേ സെലിബ്രേറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് ഹർ ബർത്ത്ഡേ. കണ്ടല്ലോ, നമുക്ക് ബിക്കോസ് നമ്മൾ ഇവിടെ പഠിച്ച വാക്കാണ് കൂട്ടല്ലേ? ബിക്കോസ്, ബിഫോർ ഒക്കെ പഠിച്ച വാക്ക് ഏതാ? ശബരി യൂറ്റിയോണിലാണ് അല്ലേ? അതുകൊണ്ട് അത് ഏത് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസ്. അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ബീയിങ് ലേസി ഷീ കുഡ് നോട്ട് ഫിനിഷ് ഹെർ വർക്ക്. ബീയിങ് ലേസി ഷീ കുഡ് നോട്ട് ഫിനിഷ് ഹെർ വർക്ക്. ബീയിങ് എന്ന് പറയുന്നത് ING തുടങ്ങുന്ന സെന്റൻസ്. ING തുടങ്ങുന്ന സെന്റൻസിന് പറയുന്ന പേരെന്താ? സിമ്പിൾ സെന്റൻസ്. അതിന് പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ് എന്നാണ്. അതിന് പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ദോ യു മേ ബി റോങ് ഐ കനോട്ട് സേ. കണ്ടല്ലോ, അവിടെ ദോ, ത്രൂ, ദാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദോ, ത്രൂ, ദോയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സെനൻസ് ഏതാ? ദോ, ത്രൂ, ദാറ്റ് വരുന്ന സെനൻസ് കോംപ്ലക്സ് സെനൻസ്. ശബരി യൂറ്റിയാണ്. അപ്പം കോംപ്ലക്സ്, ആ സെനൻസ് കോംപ്ലക്സ് സെന്റൻസ് ആണ്. എളുപ്പമില്ലേ? പഠിച്ച വാക്കുകൾ മാത്രം ഓർമ്മയിലിരുന്നാൽ മതി, പടപടാ ഉത്തരങ്ങൾ കിട്ടും. നോക്കിയേ, അടുത്ത ചോദ്യം, ദ ഡോഗ് ബാർക്ക് അറ്റ് സ്ട്രേഞ്ചേഴ്സ്. ഒരു നമ്മൾ വേറെ പഠിച്ച വാക്കൊന്നും വന്നിട്ടില്ല, കംപ്ലീറ്റ് മീനിങ് വരുന്ന ഒരു സെന്റൻസ്. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് സിമ്പിൾ സെന്റൻസ്. അത് സിമ്പിൾ സെന്റൻസ് ആണ്. സിമ്പിൾ സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ദ വെദർ ഈസ് നൈസ് ബട്ട് ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ. നമുക്ക് ബട്ട് വരുന്ന സെന്റൻസ്. ബട്ട് നമ്മൾ ഏതിലാണ് പഠിച്ചത്? ഫാൻ ബോയ്സിൽ പഠിച്ച വാക്കാണ് ബട്ട്. ഫാൻ ബോയ്സ് ഏതിന്റെ കൂടാ? കോമ്പൗണ്ട് സെന്റൻസ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ഹി ഫിനിഷ്ഡ് ഹിസ് എക്സസൈസ് ആൻഡ് പുട്ട് എവേ ഹിസ് ബുക്ക്. കണ്ടല്ലോ, ഇവിടെ ആൻഡ് വന്നിരിക്കുന്നു. ആൻഡ് ഇവിടെ പഠിച്ചതാണ് ഫാൻ ബോയ്സ് പഠിച്ചതാണ്. അപ്പോൾ ഫാൻ ബോയ്സ് ഏതിന്റെ കൂടാ? കോമ്പൗണ്ട് സെന്റൻസ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ഇഫ് യു ഡു വെൽ ഇൻ ദ ഇന്റർവ്യൂ യു വിൽ ബി സെലക്റ്റഡ്. നമുക്ക് ഇഫ് വരുന്ന സെന്റൻസ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ് വരുന്ന സെന്റൻസ് ഏതാ?
നമ്മൾ പഠിച്ചത് ശബരിയുറ്റിയോണിലാണ്. ശബരിയുറ്റി ഏതാ? അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതൊരു കോംപ്ലക്സ് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ. ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ദിസ് ബുക്ക് വാസ് ഓൺലി മെന്റ് ഫോർ ദ സ്റ്റാഫ്. നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും വാക്കുണ്ടോ? ദാറ്റ് വന്നിരിക്കുന്നു. ദാറ്റ് വരുന്ന സെന്റൻസ് ഏതാ? ദാറ്റ് വരുന്ന സെന്റൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ദോ ത്രൂ ദാറ്റ് വരുന്ന സെന്റൻസ് ഏതാ? കോംപ്ലക്സ്. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ. ഷീ വിൽ കം ഓർ ഐ വിൽ സ്റ്റേ ബാക്ക് അറ്റ് ഹെർ പ്ലേസ്. കണ്ടല്ലോ, ഓർ വരുന്ന സെന്റൻസ്. ഏത് സെന്റൻസാ? ഫാൻ ബോയ്സിലാണ് ഓർ പഠിച്ചത്. അപ്പൊ അത് കോമ്പൗണ്ട് സെന്റൻസ്. അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ. വി ആർ ഗോയിങ് ടു ദ പാർക്ക്. ഒരു വേറെ വാക്കുകളൊന്നും കണ്ടില്ല. അതൊരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ്. അതിന് പറയുന്ന പേരാണ് സിമ്പിൾ സെന്റൻസ്. മറ്റൊരു ചോദ്യം നോക്കിയേ. ഹി നൈദർ അച്ചീവ് വിക്ടറി നോർ ഡിസേർവ്സ് ഇറ്റ്. കണ്ടല്ലോ, നൈദർ നോർ വരുന്ന സെന്റൻസ് ഏത് സെന്റൻസ് ആണെന്ന് പഠിച്ചു. നമ്മൾ ഫാൻ ബോയ്സ് കൂടാണ്ട് കുറച്ച് വാക്കുകൾ പഠിച്ചു. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഹവർ, നെവർത്തിലെസ്. പഠിച്ച ഓർമ്മയുണ്ടോ? ആ സെന്റൻസുകൾ ഏതൊക്കെയാ? ഏതാ? കോമ്പൗണ്ട് സെന്റൻസ്. അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് സെന്റൻസ്. നോക്കിയേ അടുത്ത ചോദ്യം. ഹി പ്രാക്ടീസ്ഡ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി. അവിടെ ആൻഡ് എന്ന വേർഡ് വന്നിട്ടുണ്ട്. ആൻഡ് വരുന്ന സെന്റൻസ് ഏതാ? അത് കോമ്പൗണ്ട് സെന്റൻസ്. ഫാൻ ബോയ്സിൽ പഠിച്ചാണ് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ. എവരി വൺ നോസ് ദാറ്റ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്. നോക്കടോ, ഇവിടെ ദാറ്റ് എന്ന വേർഡ് വന്നിട്ടുണ്ട്. ദാറ്റ് നമ്മൾ ദാറ്റ് ഏതിൽ പഠിച്ചു? കോംപ്ലക്സിൽ പഠിച്ചു. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് സെന്റൻസ് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. വളരെ കുഞ്ഞു ടോപ്പിക്കാണ് സെന്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ 2 തരമാണ് പഠിച്ചത്. ടൈപ്പ് ഓഫ് സെന്റൻസും പഠിച്ചു, കൈൻഡ്സ് ഓഫ് സെന്റൻസും പഠിച്ചു. ജസ്റ്റ് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. ടൈപ്പ് ഓഫ് സെന്റൻസിന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ്, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൽ തുടങ്ങുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്ക് അവസാനിച്ചാൽ ഇൻറ്ററോഗേറ്റീവ്. വെർബ് പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കി തുടങ്ങി, അതേപോലെ ലെറ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരേറ്റീവ്. ആശ്ചര്യചിഹ്നം വരുന്നത് എക്സ്ക്ലമേറ്ററി. അല്ലേ? പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെന്റൻസ്. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ING, ബിസൈഡ്സ്, 2 + V1, 2 ഇനഫ് 2 ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. ഫാൻ ബോയ്സ് വരുന്നതും ഹവർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, സോ ദാറ്റ്, നെവർത്തിലെസ്, ആസ് വെൽ ആസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ വാക്കുകൾ വരുന്ന സെന്റൻസും ഏതാണെന്ന് പറഞ്ഞു? കോമ്പൗണ്ട് സെന്റൻസ്. ശബരിയുറ്റി ഓൺ വരുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. എന്നാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ബോയ്സിലെയും ശബരിയുറ്റി ഓണിലെയും വാക്കുകൾ ഒറ്റ സെന്റൻസിൽ വന്നാൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ക്ലിയർ ആണല്ലോ ടോപ്പിക്ക്? ഓക്കെ ആണോ? എല്ലാവരും നോട്ട് എഴുതിയെടുത്തല്ലേ പഠിച്ചത്? ഓക്കെ, വളരെ വ്യക്തമാണ് ടോപ്പിക്ക്. എന്ത് ചെയ്യുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക്. ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ 1-2 കോഡിലൂടെയാണ് ആ ടോപ്പിക്ക് പഠിച്ചത്. കോഡ് എഴുതിയെടുത്താൽ വാക്കുകൾ മറക്കാതിരുന്നാൽ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു.